ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എങ്ങനെ ഉറങ്ങാനാ, എത്ര ടയർഡാന്ന് പറഞ്ഞാലും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. പ്രശേട്ടൻ പിന്നെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത കാരണം പുള്ളി ഉറങ്ങിപ്പോയതാട്ടോ. അപ്പോൾ പല്ല് തേക്കലും കുളിയെല്ലാം കഴിഞ്ഞു. നമ്മൾ സാരി ഉടുക്കുന്ന ചടങ്ങിലോട്ട് വന്നു. എല്ലാം ഇന്നലെ തന്നെ ആൻറ്റി പിൻ ചെയ്തൊക്കെ തന്ന കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉടുത്തു. ഇപ്പോൾ ഈ മൊമെന്റ് വരെയും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം നമ്മൾ വീട് വാങ്ങുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഈ വീട് വാങ്ങല്, അല്ലെങ്കിൽ ആഭരണം വാങ്ങല്, അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫിൽ ചില അച്ചീവ്മെന്റ്സ് ഇല്ലേ, നല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ആ ഒരു റൈറ്റ് മൊമെന്റ് വരണം, അതിന് നിയോഗിക്കപ്പെട്ടവരായിരിക്കണം നമ്മൾ, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ വീട് വാങ്ങണം എന്നങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ പ്രശേട്ടനാണ് എപ്പോഴും വന്നപ്പോൾ തൊട്ട് നമുക്കൊരു വീട് വാങ്ങാം, ഞാൻ ഇത്രയും ഡിലേ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വീട് വാങ്ങുന്ന ഒരു കാര്യം നമ്മൾ ഇത്രയും താമസിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം ഞാൻ ഈ വീട്ടിൽ താമസം തുടങ്ങി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ റെന്റ് ചെയ്തില്ല താമസിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് മാറിയപ്പോഴത്തെ ഒരു സന്തോഷവും നമ്മുടെ ഒരു വേറൊരു ഫീലാണ് അത്. അപ്പോൾ അങ്ങനെ ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഇങ്ങനെ പ്രതീക്ഷിച്ചതേ അല്ല. ഞാൻ ഓർത്തു നമ്മൾ ഈ വീടൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ, യാത്രകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും വലിയ ബേർഡൻ അല്ലേ എടുത്ത് വെക്കുന്നത്, വീടിൻ്റെ ആവശ്യമില്ല, റെന്റ് ചെയ്ത് താമസിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എൻ്റെ കയ്യിലെ വള കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിവേ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പാലുകാച്ചൽ, ഈ പാലുകാച്ചലും അല്ലെ ഈ വീട് വാങ്ങലും എന്നുള്ള കാര്യത്തിലോട്ട് എത്തിയതും ഇങ്ങനൊരു സംഭവം ഇപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായതും പ്രശേട്ടനുള്ളതുകൊണ്ട് മാത്രം. കാരണം പ്രശേട്ടനാണ് ഇതിനേക്ക് ഇങ്ങനെ നമുക്കിവിടെ വീട് വാങ്ങിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരുന്ന ഒരാൾ. കാരണം എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ പോകണം, ഇന്ത്യ വീട് വാങ്ങി ഇന്ത്യയിൽ സെറ്റിലായാൽ മതി എന്ന് മനസ്സുകൊണ്ട് ഇന്ത്യയെ മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എന്തായാലും എല്ലാം ദൈവനിയോഗം പോലെ എന്നൊക്കെ പറയല്ലോ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റീസണും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഇങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വൈറ്റ് റോക്കിലോട്ട് മൂവ് ചെയ്തു. ഇപ്പം നമ്മുടെ പാലുകാച്ചാണ്. എന്താ അല്ലേ, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം സോ ഹാപ്പി. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഭയങ്കര എത്ര എന്താ പറയുക, ഞാൻ അത്രയും ഇങ്ങനെ വാക്കുകളൊന്നും പറയാനില്ല, അത്രയും ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് പറഞ്ഞ് കുളമാക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം എല്ലാവരുടെയും ലൈഫിലെ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അപ്പോൾ ആ ഒരു ഇത് അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കര വലുത് തന്നെയാണ് അല്ലേ. പിന്നെ തലേ ദിവസം തന്നെ എല്ലാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് നാട്ടിൽ നിന്ന് അച്ഛൻ ജോത്സ്യരെ കണ്ട് സമയമൊക്കെ എടുപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീട്ടിൽ നമ്മൾ പൂജാരി ഒന്നും വിളിച്ച് അങ്ങനെ പൂജയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ടൈം വെച്ചിട്ട് അച്ഛൻ അവിടെ കാലത്തെ ഗണപതി ഹോമം അമ്പലത്തിലും, രാത്രി നമ്മളിപ്പോൾ ഇവിടെ പാലുകാച്ചി കയറുമ്പോൾ നാട്ടിൽ ഭാഗവതി സേവ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം നമുക്കെപ്പോഴും ആ ഒരു ഒരു അനുഗ്രഹവും കൂടെ വേണമല്ലോ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെയും കൂടെ വീഡിയോ കോൾ ചെയ്ത് വേണം പാലുകാച്ചൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ രാവിലെ നമുക്ക് ആൻറ്റി എല്ലാ നമ്മുടെ നവധാന്യങ്ങളും സാധനങ്ങളും ഒക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ബാഗിലാക്കി കൊണ്ടുവന്ന് അതെല്ലാം നമുക്ക് ആ പാത്രങ്ങളിലോട്ട് ഫില്ല് ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് ഗോൾഡും പണപ്പെട്ടിയും കൊണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നമ്മുടെ ഒരു റിച്വൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നാട്ടിൽ നമ്മളൊക്കെ വീടുകളിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പുതിയ വീട്ടിൽ കയറുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഇത് പല റെഫറൻസ് വെച്ച് നോക്കിയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുതിർന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കണം, അനുഗ്രഹം വാങ്ങിച്ച് കീ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യണം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, കൺഫ്യൂഷനും ടെൻഷനും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിലെ എല്ലാവരെയും ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് കഥക് തുറന്ന് കയറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവരെയും കൂടെ കാണിക്കണമല്ലോ. അപ്പോഴത്തേനും സുധീരേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം സുധീരേട്ടൻ വീഡിയോ കോളിൽ അവരെ കാണിച്ചോളാം, വിളക്കൊക്കെ കൊളുത്തി നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു.
അങ്ങനെ പാലുകാച്ചൽ കഴിഞ്ഞു. ശരിക്കും പറയാമെങ്കിൽ ഒരാഴ്ചയായി കാണും ഉറങ്ങിയിട്ട്. അത്രയും ടയേർഡാണ്. പിന്നെ നാട്ടിലായിരുന്നു ഈ പാലുകാച്ചിലും കാര്യങ്ങളും ഒക്കെ എങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രയും ഇങ്ങനെ സ്ട്രെസ്സൊന്നും എടുക്കേണ്ട വരത്തില്ല. രാവിലെ ഞാൻ നാട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സാരി ഉടുക്കാനായാലും ഒരുങ്ങാനായാലും രാവിലെ പാർലറിലോട്ട് അച്ഛൻ കൊണ്ടുവന്ന് വിടും. ഒരുങ്ങി വന്ന് നമുക്ക് പിന്നെ ഒരുങ്ങി നിന്നാൽ മതിയല്ലോ എല്ലാത്തിനും. ഇതിപ്പം ലിറ്ററലി നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്തു. എൻ്റെ ഹെയർ സ്റ്റൈലൊന്നും സെറ്റായില്ല. ഓക്കെ പക്ഷെ അങ്ങനെ നമ്മളെല്ലാം ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റി അതൊക്കെ എല്ലാം ഇളക്കിക്കൊണ്ടൊക്കെ ആയിരുന്നു. ഞാനതൊക്കെ ഇട്ടു സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പായസം മിക്സ് ഇല്ല, അത് നമ്മൾ പാലിലോട്ട് അങ്ങ് ആഡ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് നമുക്കിവിടെ വിളക്കിന് മുന്നിൽ വെച്ചു. അതിനുശേഷം നമുക്ക് പിന്നെ എല്ലാവർക്കും പായസം എല്ലാവർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവരും എന്ന് പറയാൻ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവർക്കും പായസമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നല്ലൊരു ഹാപ്പി എന്താ പറയുക, ലൈഫിലെ നമ്മുടെ കല്യാണം ഒക്കെ പോലെ എന്ന് ഓർത്ത് വയ്ക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും ഉള്ളൊരു ഡേ. പിന്നെ ജൂലൈ 1 ആയത് കൊണ്ട് കാനഡ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകത്തേ ഇല്ല നമ്മൾ ആ ഡേറ്റ്. അങ്ങനെ ഒരു ദിവസം. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ സാരിയൊക്കെ ഒരു പരുവമായി. ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പായസം ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നല്ല രീതിയിൽ ആഗ്രഹിച്ച പോലെ പാല് കാച്ചാൻ പറ്റി. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടത്തണം എന്നൊക്കെ കരുതിയ കാര്യങ്ങൾ നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാം നല്ല മംഗളമായിട്ട് തന്നെ നടന്നു. അപ്പോൾ പുതിയ വീട്ടിലെ വിശേഷങ്ങളായിട്ട് കാണുന്നതിനും വരെ ബൈ.